ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ഇറ്റ് റെയിൻ ഇറ്റ് പോഴ്സിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഹഗിവരയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് ഇൻറ്റിമേറ്റ് ആയാലും നീ ചോദിക്കുന്ന ടൈമിന് അവനെ ഒഴിവാക്കി വിടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അവൻ സേയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് കാണുമ്പോഴത്തേക്കും സേയ് ആണെങ്കിൽ നമ്പർ അയച്ചു കൊടുത്തിട്ട് തന്നെ കോൾ ചെയ്യാനായി പറയുന്നുണ്ട്. അങ്ങനെ കോൾ ചെയ്യുന്ന ടൈമിന് ഹഗിവര പറയുന്നുണ്ട് താനിപ്പോൾ തന്നെ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, താനിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, എന്താ സംസാരിക്കണമെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന്, മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം, നീ എവിടെയാണുള്ളതെന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഹഗിവര വേണ്ട ഞാൻ വരാം, നിനക്കങ്ങനെ മഴ തന്നെ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല നീ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഹഗിവര എങ്കിൽ പിന്നെ നമ്മൾ അന്ന് പോയി മ്യൂസിയത്തിൻ്റെ അടുത്ത് വെച്ച് മീറ്റ് ചെയ്യാം, നീ അങ്ങോട്ടേക്ക് വരാനേ പറയുന്നുണ്ട്. ഓക്കെ പറഞ്ഞ് കോൾ കിട്ടുന്നുണ്ട്. അവൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാനേ നിൽക്കുമ്പോൾ അവൻ പോകുന്നത് കസുവാക്കി കണ്ടിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഈ ടൈമിന് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആ സമയം അത് പിന്നെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു, അവിടെ എന്തൊരു സിസ്റ്റത്തിന് എന്തൊരു പ്രോബ്ലം ഉണ്ട്, ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയം ഹഗിവരയും ഒരു ടാക്സി വിളിച്ച് നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഹഗിവരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഹഗിവര അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വരുമ്പോൾ തന്നെ ഹഗിവര ചോദിക്കുന്നത് നമുക്കവിടെ ഒരു ഇൻറ്റിമേറ്റ് ആയാലോ എന്നാണ്. സേയും എന്തുകൊണ്ടോ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്നനായിട്ട് അവരുടെ ഒരുമിച്ച് ഒരു ഹോട്ടൽ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതുമല്ല അവരിങ്ങനെ സംസാരിച്ച് തുടങ്ങാണ്. ഇത് വേണോ വേണ്ടെന്നൊരു കൺഫ്യൂഷനിലാണ് ഹഗിവര ഇരിക്കുന്നത്. എന്നാൽ തനിക്കാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഒരു സീക്രട്ട് മറച്ചു വയ്ക്കണം. അവൾ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതേ സമയം സേയ്ക്കും അതുപോലെ തന്നെ കസുവാക്കി അവൻ്റെ അടുത്ത് എന്തോ മറക്കുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനും ഇത് വേണമെന്നൊരു തോന്നൽ വരാണ്. അങ്ങനെ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സേയ് ഉറക്കം എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്കും ഹഗിവരയാണെങ്കിൽ ഇവർക്ക് കഴിയാനായിട്ട് ഫുഡെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനത് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ടൈമിന് ഹഗിവര ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ വിളിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ കാണാനായിട്ട് വന്നതെന്ന്. സേയ് അപ്പോൾ അതുപോലെ നീ കരങ്ങി വിളിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ അത് മാത്രമല്ല കസുവാക്കി എൻ്റെ എന്തോ മറക്കുന്നുണ്ട്, എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്ക് നന്നായിട്ടുണ്ടെങ്കിലും അത് അറിയണ്ടെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അവൻ എൻ്റെ അടുത്ത് നിന്ന് ഒരു സീക്രട്ട് മറക്കുകയല്ലേ, അപ്പോൾ എനിക്കും അവൻ്റെ അടുത്ത് നിന്ന് ഒരു സീക്രട്ട് മറച്ചു വയ്ക്കണമെന്നുണ്ടായിരുന്നു. അതിനാണ് ഞാനിപ്പോൾ നീയുമായിട്ട് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവാൻ സമ്മതിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഹഗിവര പറയുന്നുണ്ട് നമ്മളന്ന് പോയ ഒരു മ്യൂസിയം ഉണ്ടല്ലോ അത് അടുത്ത മാസം 17-ാം തീയതി അടച്ചു പൂട്ടാനായിട്ട് പോവാണ്. കാരണം അത് കാണാനായിട്ട് ആൾക്കാരൊന്നും വരുന്നില്ല. എന്തോ അത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി, നമുക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ അത് പോയി കണ്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചെയ്യുകയാണെങ്കിൽ താൻ വരുന്നില്ല, എന്തുകൊണ്ടോ അവിടെ പോയതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തുടങ്ങിയെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ സെയ്യാൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്ന നേരത്ത് കൊടുക്കാനുള്ള ക്യാഷിൽ പകുതിയാണെങ്കിൽ സെയ് ഇപ്പോൾ ഹഗിവരയിൽ കൊടുക്കുന്നുണ്ട് തൻ്റെ ഷെയർ ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സെയ് പോകാനായി നിൽക്കുന്ന സമയം ഹഗിവര അവനെ വിടുന്നില്ല, പിടിച്ച് നിർത്തുന്നുണ്ട്. സെയ് അപ്പോൾ എന്ത് പറ്റി ഞാനിപ്പോൾ പോകണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല നീ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് ഹഗിവര പറയുന്നുണ്ട്. സെയ് അപ്പോൾ നീയും ഞാനും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കിടയിലുള്ള കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹഗിവരയ്ക്ക് സെയിനെ അവിടെ നിന്ന് വിടണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ ആ സെയിനെ അവിടെ ബെഡ് എത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വെൻ ഇറ്റ് റെയിൻ ഇറ്റ് പോഴ്സ് എന്ന്. ആ സമയം സെയ് അതെന്താ സംഭവം എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഹഗിവര അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ കാണാനായിട്ട് ടാക്സി വരുന്ന സമയത്ത് ടാക്സിയിലുണ്ടായിരുന്ന റേഡിയോയിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, അത് കേട്ടപ്പോൾ എനിക്കെന്തോ നമ്മുടെ രണ്ടുപേരും കാര്യമാണ് ഓർമ്മ വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാനായിട്ടുള്ള മെയിൻ റീസൺ വെൻ ഇറ്റ് റെയിൻ ഇറ്റ് പോഴ്സ് എന്ന് പറയുന്ന ഒരു ഫ്രേസിൻ്റെ മീനിങ് തന്നെ ഒരു മോശം കാര്യം സംഭവിക്കുമ്പോഴത്തേക്കും ഒരുമിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്നൊരു മീറ്റിംഗ് കൊടുക്കാനാണ്. അതായത് ഒരുമിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരുന്നു. ശരിയാണ് ഇവരുടെ ലൈഫ് അത്രയും ഓക്കെ എന്നല്ല, മോശമായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുണ്ട്, അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലാതെ ആയാലും. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോൾ തന്നെ ഹഗിവര സെയിനെയും അവനെ ഓർത്തത്. അത് മാത്രമല്ല ഈ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു നല്ല കാര്യം വരുമ്പോഴത്തേക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുമിച്ച് ലൈഫിൽ വന്നു തോന്നുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇവരുടെ ലൈഫ് തന്നെയാണ് ഈ ഒരു സെൻറ്റൻസിൽ കൂടെ ആയിട്ട് ഇങ്ങനെ പറയുന്നത്. ഈ സമയം ഹഗിവര വീണ്ടും സെയിനെ കിസ് ചെയ്യുന്നുണ്ട്. അവർ വേണ്ടി ഇൻറ്റിമേറ്റ് ആവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഹഗിവരയും സെയും അവരുടെ വീടുകളിലേക്ക് പോകുന്നുണ്ട്. ഹഗിവര വീട്ടിലേക്ക് എത്തുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയമാണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനൊരു മെസ്സേജ് അയച്ചിരുന്നത് അവൻ നോക്കുന്നത്. അതിലവൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോൾ വീട്ടിലോട്ടൊന്ന് പോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. സെയിനെ കാണിക്കുകയാണെങ്കിൽ അവൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് കസുവാക്കി വർക്കിന് പോയിട്ടുണ്ടായിരുന്നില്ല, അവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സെയ് വരുമ്പോൾ തന്നെ ഓഫീസിലെ വർക്കൊക്കെ കഴിഞ്ഞു, അവിടുത്തെ കാര്യങ്ങൾ ഓക്കെ ആയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സെയ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുഴപ്പമില്ല ചെയ്ത് കഴിഞ്ഞു, ഇപ്പം ഞാൻ ഭയങ്കര ടയർഡാണ്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് ഉറങ്ങാനേ പോവാണെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവനാണെങ്കിൽ കുളിച്ചിട്ടൊക്കെ ഒന്ന് ബെഡിൽ കിടക്കുന്ന ടൈമിന് ഹഗിവര അവന് മെസ്സേജ് അയക്കുന്നുണ്ട് നീ ഇപ്പോൾ ഓക്കെ അല്ലേ, ബോഡി പെയിൻ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. ആ ടൈമിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ എങ്ങനെയുണ്ട് ഗേൾ ഫ്രണ്ട് വീട്ടിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല അവളുള്ള പാരൻസിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. സെയ് അപ്പോൾ അവൾ വരാനുള്ള ടൈം ആകുമ്പോൾ നീ നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് വരാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം വർക്കെല്ലാം കഴിഞ്ഞ് നൈറ്റ് ഹഗിവര അവനൊരു ഫ്രണ്ടുമായിട്ട് ഡിന്നർ കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് സെയ് അവനെ കോൾ ചെയ്യുന്നുണ്ട്. സെയ് ആണെങ്കിൽ അവിടെ ഓഫീസിൽ തന്നെയാണ് ഇപ്പോഴും നൈറ്റ് ടൈമിൽ നിൽക്കുന്നത്. അതുമാത്രമല്ല അവനാണെങ്കിൽ അവരുടെ അകത്തൊരു റൂമുണ്ട്, റെസ്റ്റ് ചെയ്യാനുള്ള റൂം, അവിടെയാണെങ്കിൽ ഈ കോഫി മെഷീനും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് കയറിയതാണ്.
അത്യാവശ്യം നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു റൂമിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ ID കാർഡ് ഉണ്ടായിരിക്കണം. അതിങ്ങനെ സ്കാൻ ചെയ്ത് വെച്ചാൽ മാത്രമേ ആക്സസ് കിട്ടിയിട്ട് ഇവർക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ അവൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാനായിട്ട് മറന്നു. അത് അവൻ്റെ ഡെസ്കിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ ആ ഒരു റൂമിൽ എങ്ങനെ പുറത്തിറങ്ങണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഹഗിവരനെ കോൾ ചെയ്തത്. അങ്ങനെ ഹഗിവര ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നുടനെ തന്നെ സെയിൻ്റെ അടുത്ത് ആ ഒരു റൂമിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അഡ്മിൻ ഓഫീസിൽ പോയിട്ട് അഡ്മിനോടാണ് പറയുന്നത്. ഇപ്പോൾ അഡ്മിൻ തന്നെ ഇതിൻ്റെ അത് കയറി നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും പണി തരുവാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് തുറന്നു വിട്, നീ തുറന്നു വിട്ടതിന് ശേഷം ഞാൻ നിനക്കാണെങ്കിൽ ഒരു കോഫി വാങ്ങിച്ചിരാന്നൊക്കെ പറയുന്നുണ്ട്. ഹഗിവര അപ്പോൾ അവൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. സെയ്യാണെങ്കിൽ എല്ലാം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹഗിവരയാണെങ്കിൽ എനിക്ക് കോഫി വേണ്ട, എനിക്ക് നിന്നെ വേണമെന്നാണ് ആഗ്രഹം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സെയ്യാണെങ്കിൽ നീ എന്തേ പറയുന്നത്, നമ്മൾ നടന്ന ഒരു കാര്യം അത് ജസ്റ്റ് ഒരു വൺ ടൈം കാര്യമായിരുന്നു, നിനക്കും അറിയുന്നുള്ളതല്ലേ, നമുക്കിടയിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കത്തില്ല, നമ്മൾ തന്നെ സംസാരിച്ചല്ലേ എന്ന് പറയുന്നുണ്ട്. ഹഗിവര അപ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക് ചിന്തിക്കുന്നത്, എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നിനക്കും നന്നായിട്ട് അറിയാമെന്നുള്ളതല്ലേ, ഞാനീ ഒറ്റപ്പെട്ടു പോകുന്നതാണോ, അല്ല നമ്മൾ ഒരുപോലെയല്ലേ ചിന്തിക്കുന്നത്, നിനക്ക് എൻ്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കുമല്ലോ, പിന്നെ നിനക്ക് എങ്ങനെയാണ് ഇത്ര കാം ഡൗൺ ആയിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിന് കറക്റ്റൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അതേസമയം ഹഗിവരയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സെയ്യുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നിന്നെ ഓപ്പൺ ചെയ്ത് വിടാനായിട്ട് സെക്യൂരിറ്റീനെ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അവൻ ആ പൊക്ക് കഴിയുമ്പോഴത്തേക്കും സെയ്യ് ഒരുമാതിരിയായിട്ട് അവനും കരയാനായി തുടങ്ങാണ്. ഇവരെ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട് ഫുഡ് എടുക്കട്ടെ, നീ കഴിച്ചോ എന്നൊക്കെ. ആ സമയം അങ്ങനെ ഓൾറെഡി കഴിച്ചു, ഒരാളുടെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഒരുമാതിരി മൂഡിലായതുകൊണ്ട് തന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് കയറുന്നുണ്ട്. ബാത്റൂമിൽ ചെന്ന് നിന്ന് കുളിക്കുന്ന ടൈമിനും ഇവൻ കരയുവാണ്. കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ നോക്കിയിട്ട് കാണുന്നില്ല. അവളങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടേ കാണുന്നില്ല. അങ്ങനെ ലിവിംഗ് റൂമിൽ സോഫയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് സെയ്യാണെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു സ്റ്റോം ഗ്ലാസ് താഴെ വീണ് പൊട്ടിക്കിടക്കുന്ന കാണുന്നത്. അതും പൊട്ടിക്കിടക്കുന്നതല്ല, പൊട്ടിച്ചിട്ടേക്കുന്നതാണ്. അത് കാണുമ്പോൾ തന്നെ ഹഗിവരയ്ക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ്റെ ഫോൺ എടുത്ത് നോക്കിയെന്നും അവനും സെയ്യും തമ്മിലുള്ള റിലേഷൻ്റെ കാര്യം അവൾ അറിഞ്ഞൂന്ന്. നോക്കുമ്പോൾ അവൻ്റെ ഫോൺ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ്റെ ഫോണും കൂടെ എടുത്തുകൊണ്ടാണ് പോയതെന്ന്. ഇനി അവളെങ്ങാനും സെയ്യിനെ ആ ഫോണിൽ നിന്ന് കോൾ ചെയ്യാതിരിക്കാനായിട്ട് അവൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് സെയ്യുടെ ഫോൺ നമ്പർ അവൻ എഴുതിയെടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് അവൻ സെയ്യിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ ഹഗിവരയാണ്, എൻ്റെ ഗേൾ ഫ്രണ്ടാണെങ്കിൽ എൻ്റെ ഫോൺ എടുത്ത് നോക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവളെൻ്റെ ഫോൺ കൊണ്ടുപോവുകയും ചെയ്തു. സോ നിനക്കിപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് എങ്ങാനും കോൾ വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്, അത് ഞാനായിരിക്കത്തില്ല, എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. തിരിച്ച് അപ്പുറത്തെ സൈഡിൽ നിന്ന് റിപ്ലൈ ഒന്നും വരുന്നില്ല. ഹഗിവരയ്ക്ക് ബാക്കിയൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പോഴത്തേക്കും കോൾ കട്ടാവുന്നുണ്ട്. കാരണം ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചത് സെയ് ആയിരുന്നില്ല, പകരം കസുവാക്കി ആയിരുന്നു. അപ്പോൾ ഹഗിവരയുടെ സംസാരത്തിൽ നിന്ന് കസുവാക്കിക്കും സെയ്യും ഹഗിവരയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡാകുന്നത്. ഈ ഒരു സീരീസ് എൻഡാകാനായിട്ട് 2 എപ്പിസോഡ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി എന്താകുന്നൊക്കെ നമുക്ക് ഉടനെ തന്നെ വഴിയെ മനസ്സിലാക്കാം. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ടുവരുന്നവരെ ബൈ.